കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടർ യാത്രക്കാരായ കുടുംബത്തെ ഇടിച്ച് തെറിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും തെങ്കാശി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ഈ സ്കൂട്ടർ യാത്രികരെ ഇടിച്ച് തെറിപ്പിച്ചത്. സ്കൂട്ടറിലുണ്ടായിരുന്ന സുബീഷ്, ഭാര്യ പൊടിമോൾ, 3 വയസ്സുള്ള ഇവരുടെ മകൻ അഭിമന്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ, അതായത് അമിത വേഗതയിലെത്തിയ കാർ ഇവരുടെ സ്കൂട്ടറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ മറിയുകയും ഈ മൂവരും റോഡിലേക്ക് തെറിച്ച് വീഴുകയും ായിരുന്നു. അഭിമന്യുവിന്റെ തലക്കിടക്കം പരിക്കുണ്ട്. പൊടിമോളുടെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരെ ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാറിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുന്നേ പോവുകയായിരുന്ന സ്കൂട്ടറിന്റെ പിൻവശത്ത് ഈ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ മറിയുകയും സ്കൂട്ടർ യാത്രികരായ മൂവരും റോഡിലേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു. കുട്ടിയടക്കം തെറിച്ച് വീഴുകയുമായിരുന്നു. ഈ വീഴ്ചയിലാണ് ഇവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. കുടുംബം മൈലമൂട് സ്വദേശികളാണെന്നുള്ള വിവരമാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും കുളത്തൂപ്പുഴ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപകടത്തിനിടയാക്കിയ കാറടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. 3 വയസ്സുള്ള കുട്ടിയടക്കമാണ് 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേർക്ക് സുബീഷ്, ഒപ്പം തന്നെ ഭാര്യ പൊടിമോൾ, 3 വയസ്സുള്ള അഭിമന്യു എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഇവരെ ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമ്പലക്കടവിന് സമീപം പഴയ റിവർഡി സ്കൂളിന്റെ സമീപത്തായിട്ടാണ്, റിവർഡി സ്കൂളിന് മുൻവശത്തായിട്ടാണ്, ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിന് അടുത്തായാണ് ഈ അപകടം അല്പം മുമ്പ് ഉണ്ടായത്.